ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ക്ലാസ് 12 CBSE കമ്പ്യൂട്ടർ സയൻസിൻ്റെ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു 95% മാർക്ക് മുകളിലെ മാർക്ക് ടാർഗറ്റ് ചെയ്യുന്ന മുഴുവൻ സ്റ്റുഡൻസും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. ലാസ്റ്റ് 5-6 ഇയേഴ്സ് CBSE ചോദിച്ചിരിക്കുന്ന മുഴുവൻ ക്വസ്റ്റ്യനും ഈ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന മുഴുവൻ ക്വസ്റ്റ്യനും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ PYQ സീരീസ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ സോൾവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ടോപ്പിക്കുമായിട്ട് ചെറിയ ഒരു ഐഡിയ വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചാനലിൽ തന്നെ ഞാൻ വേറൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ ഓരോ ടോപ്പിക് വൈസിൻ്റെ വൺ ഷോട്ട് വീഡിയോസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഫ്രീക്വൻ്റ് ആയിട്ട് ഇനിയും വീഡിയോസ് വരും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആ വീഡിയോസ് നിങ്ങൾ കണ്ടതിൻ്റെ ശേഷം നിങ്ങൾ PYQ ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. When a file is specified in a program statement cannot be opened. ഓക്കെ, ഈ എറർ എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത്? ഫയൽ സ്പെസിഫൈഡ് ഇൻ എ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ് കനോട്ട് ബി ഓപ്പൺ. അത് IO എററാണ്. IO എറർ, അതായത് IO എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് എറർ. നമ്മളൊരു ഫയലിനെ ഓപ്പൺ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ആ ഫയൽ ഓപ്പൺ ആവുന്നില്ല, അല്ലെങ്കിൽ ഫയൽ നമുക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്യുമ്പോഴോ റീഡ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫയൽ ഓപ്പൺ ആവുന്നില്ല. ആ എററിനെ പറയുന്ന പേരാണ് IO എറേഴ്സ്. ഓക്കെ, അതായത് ഫയൽ നോട്ട് ഫൗണ്ട് എറേഴ്സ് ഒക്കെ. ട്രൈയിങ് ടു റീഡ് എ ഫയൽ ദാറ്റ് ഈസ് ഓപ്പൺ ഫോർ റൈറ്റിംഗ് ഓർ റൈറ്റിംഗ് ടു ഫയൽ ദാറ്റ് ഈസ് ഓപ്പൺ ഫോർ റീഡിംഗ് വിൽ ഗിവ് യു ആൻ IO എറർ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടെ തരാം. അതായത് ട്രൈയിങ് ടു ഓപ്പൺ എ ഫയൽ that is open for reading, that is open for writing, or writing to a file that is open for reading. Open for reading will give you an IO error. Okay, an IO error. അതായത് ട്രൈയിങ് ടു ഓപ്പൺ എ ഫയൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നു ഫോർ റൈറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഫയൽ ഓപ്പൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ റൈറ്റിംഗ് ടു എ ഫയൽ, നിങ്ങൾ ഫയലിലേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് റൈറ്റ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്യുന്ന ഫയൽ റീഡിങ്ങിനാണ്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഓപ്പോസിറ്റ്, ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് റീഡ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്യുന്നത് റൈറ്റിങ്ങിലാണ് ഓപ്പൺ ചെയ്തത്, റൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് റീഡിങ്ങിലാണ് ഓപ്പൺ ചെയ്തത്. അത് അങ്ങനെയുള്ളത് ഇൻപുട്ട് ഔട്ട്പുട്ട് എറർ എന്ന് പറയാം. ഓക്കെ, അത് ഫയൽ റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ റീഡ് മോഡിലാണ് ഓപ്പൺ ചെയ്യേണ്ടത് അല്ലേ, അല്ലെങ്കിൽ ഫയൽ റൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റൈറ്റ് മോഡിലാണ് ഓപ്പൺ ചെയ്യുന്നത്. എൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, റൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യാം, റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യാം. ഇങ്ങനെയുള്ള എറേഴ്സൊക്കെ വരുന്ന സമയത്ത് അതിന് IO എറർ എന്നാണ് പറയുക. IO എറർ, I എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് എറർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 15. It is used when a user accidentally hit the delete key or escape key while executing the program, due to which the normal flow of the program is interrupted. By mistakenly user ഡിലീറ്റ് കീയോ എസ്കേപ്പ് കീയോ എന്ത് ചെയ്യാം, ഹിറ്റ് ചെയ്യാം. അങ്ങനെ പ്രോഗ്രാം എന്ത് ചെയ്യാം, ദ എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാം എന്ത് ചെയ്യുക, ഇൻറ്ററപ്റ്റ് ചെയ്യാം. ഓക്കെ, ഡ്യൂ ടു വിച്ച് ദ നോർമൽ ഫ്ലോ ഓഫ് ദ പ്രോഗ്രാം ഈസ് ഇൻറ്ററപ്റ്റഡ്. ഏതാണ് എറർ? കീബോർഡ് ഇൻറ്ററപ്റ്റ്. ഇതാണ് കീബോർഡ് ഇൻറ്ററപ്റ്റ്. ഇതാണ് കറക്റ്റ് ആൻസർ, കീബോർഡ് ഇൻറ്ററപ്റ്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. State whether the following statement is true or false. An exception may be raised even the program is syntactically correct. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഇത് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ 2023-24 ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയറിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. An exception may be raised even if the program is syntactically correct. ട്രൂ. പ്രോഗ്രാം സിൻറ്റാക്റ്റിക്കലി കറക്റ്റ് ആണോ എന്നുള്ളത് മാറ്റർ അല്ല. അവിടെ നമ്മളെ കോഡിൽ എന്തെങ്കിലും എക്സെപ്ഷൻസ്, അതായത് ഒരു നമ്പർ ഡിവൈഡ് ബൈ 0 അതുപോലെ ഒരു എക്സെപ്ഷൻ റൈസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്രോഗ്രാം എന്ത് ചെയ്യും, എക്സെപ്ഷൻ റൈസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സിൻറ്റാക്റ്റിക്കലി കറക്റ്റ് ആണോ എന്നുള്ളത് മാറ്റർ അല്ല. ഓക്കെ, സോ ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 16. ആൻ എക്സെപ്ഷൻ ഈസ് കോട്ട് ഇൻ ദ ഡാഷ് ബ്ലോക്ക്. എക്സെപ്ഷൻ എവിടെയാണ് കോട്ട് ചെയ്യാം? ട്രൈ ബ്ലോക്ക്. അല്ലേ, സിമ്പിളാണ്, ട്രൈ ബ്ലോക്ക്. ആൻഡ് ഹാൻഡിൽസ് ഇൻ ദി
എക്സെപ്റ്റ് ബ്ലോക്ക്. എക്സെപ്റ്റ് ബ്ലോക്ക്. സോ ഓപ്ഷൻ നോക്കാതെ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ട്രൈ എക്സെപ്റ്റ്. ഓപ്ഷൻ സി. ക്ലിയർ ആണല്ലോ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Question number 17. An unaccepted event that occurs during the runtime and causes a program disruption is called. Unexpected event that occurs during the runtime and causes the program disruption. ഏതാണ്? എന്നെ പറയുന്ന പേരാണ് എക്സെപ്ഷൻസ് അല്ലേ? റൺ ടൈമിൽ, പ്രോഗ്രാമിൻ്റെ റണ്ണിങ് ടൈമിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എറർ അറൈസ് ചെയ്തു. അത് കാരണം നമ്മളെ പ്രോഗ്രാം ഡിസ്റപ്റ്റ് ആയി. അതിനെ പറയുന്ന പേരാണ് എക്സെപ്ഷൻസ്. നമ്മൾ പഠിച്ചു അല്ലേ? റൺ ടൈം എറേഴ്സ് ഈസ് കോൾഡ് എക്സെപ്ഷൻ. അതായത് റണ്ണിങ് ടൈമിലാണ് ഇത് എന്ത് ചെയ്യുക, ഈ ഒരു എക്സെപ്ഷൻസ് അറൈസ് ചെയ്യണം, ഇതുപോലത്തെ എറേഴ്സ് അറൈസ് ചെയ്യുക. അതിനെ പറയുന്ന പേരാണ് എക്സെപ്ഷൻസ്. ക്ലിയർ ആണല്ലോ എക്സെപ്ഷൻസ്. ഓപ്ഷൻ ഡി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ബ്ലോക്ക് ഈസ് മസ്റ്റ് എക്സിക്യൂട്ട് ബ്ലോക്ക്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ബ്ലോക്ക് ഈസ് മസ്റ്റ് എക്സിക്യൂട്ട് ബ്ലോക്ക്? ഏതാണ് മസ്റ്റ് എക്സിക്യൂട്ട്? അതായത് എക്സെപ്ഷൻ ഉണ്ടോ എക്സെപ്ഷൻ ഇല്ലേ എന്നുള്ള ഒന്നും മാറ്റർ അല്ല. ഈ ബ്ലോക്ക് എന്തായാലും മസ്റ്റ് എക്സിക്യൂട്ട് ബ്ലോക്കാണ്. ദാറ്റ് ഈസ് ഫൈനലി. പ്രീവിയസ് ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഫൈനലി ബ്ലോക്ക് അല്ലേ. അതായത് എക്സെപ്ഷൻ അറൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് മാറ്റർ അല്ല. ഓക്കെ, no matter whether the execution is found, the exception is found or not. Okay, finally block will execute. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫൈനലി ബ്ലോക്ക് അറ്റ് ഷുഡ് ബി അറ്റ് ദ എൻഡ് ഓഫ് ദി പ്രോഗ്രാം. എൻഡ് ഓഫ് ദി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ട്രൈ ബ്ലോക്ക്, എക്സെപ്റ്റ് ബ്ലോക്ക്, എൽസ് ബ്ലോക്ക് കഴിഞ്ഞിട്ടാണ് ഫൈനലി ബ്ലോക്ക് കൊടുക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 19. വാട്ട് ഈസ് ആൻ എക്സെപ്ഷൻ ഇൻ പൈത്തൺ? പൈത്തണിലെ എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എററാണ്, എ വാണിംഗ്, എ ഫംഗ്ഷൻ, എ ക്ലാസ്. വെരി സിമ്പിൾ. ആൻ എറർ. അറൗണ്ട് 36-37 ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ട് പാർട്ട് 1 ചിലപ്പോൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചിലപ്പോൾ 1-2 വീഡിയോസ് ആയിട്ടായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പാർട്ടും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുക കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20. വിച്ച് ഓഫ് ദ കീ വേർഡ് ഈസ് യൂസ് ടു റൈസ് ആൻ എക്സെപ്ഷൻ? ഓക്കെ, വിച്ച് ഓഫ് ദ കീ വേർഡ് ഈസ് യൂസ് ടു റൈസ് ആൻ എക്സെപ്ഷൻ എക്സ്പ്ലിസിറ്റ്ലി ഇൻ ദ പൈത്തൺ? പിന്നെ റൈസ് എന്നുള്ള കീവേഡാണ് ഉപയോഗിക്കുന്നത്. റൈസ്. ഓക്കെ, റൈസ്. ക്ലിയർ ആണല്ലോ. Question number 11. So what is the purpose of the finally block in a try except statement? So what is the purpose of finally block? എന്തിനു വേണ്ടിയിട്ടാണ് ഫൈനലി ബ്ലോക്ക് ഉപയോഗിക്കുന്നത്? in a try except statement? To handle the exception, to specify alternative code, to execute cleanup code, to suppress the error. To handle the exception വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഫൈനലി ബ്ലോക്ക് അല്ല. ഏതാണ്? ടു ഹാൻഡിൽ ദ എക്സെപ്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഇതാണ് എക്സെപ്റ്റ് ബ്ലോക്ക് ആണ് അല്ലേ. എക്സെപ്റ്റ് ബ്ലോക്ക്. ടു സ്പെസിഫൈ ദ ആൾട്ടർനേറ്റ് കോഡിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലോക്ക് ഏതാണ്? എൽസ് ബ്ലോക്കാണ്. ഓക്കെ. ടു സപ്രസ് ദ കോഡ് അതിന് വേണ്ടിയിട്ടില്ല. ഇത് ടു എക്സിക്യൂട്ട് ദ ക്ലീനപ്പ് കോഡ്. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ സി. ടു എക്സിക്യൂട്ട് ദ ക്ലീനപ്പ് കോഡ്. ക്ലിയർ ആണല്ലോ. ഇതാണ് ഈ ക്ലീനപ്പ് കോഡ് എന്ന് പറഞ്ഞാൽ. വാട്ട് ഈസ് യു മീൻ ബൈ ക്ലീനപ്പ് കോഡ്? അതായത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ ഇവിടെ എഴുതാം, ഒരു ഹിൻഡ് തരാം. അതായത് യൂസ്ഡ് ഫോർ, ഓക്കെ, ഇത് ഉപയോഗിക്കുന്നത് ഫൈനലി ബ്ലോക്ക് നോർമലി യൂസ്ഡ് ഫോർ മെമ്മറി ക്ലീനപ്പ്. ഓക്കെ, നോർമലി ലാസ്റ്റ് പ്രീവിയസ് നമ്മളൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഫൈനലി പ്രിന്റ് എൻഡ് ഓഫ് ദ പ്രോഗ്രാം. ഒരു ക്ലീനപ്പ്, സോറി, മെമ്മറി റിലീസ്, ഏതാ? മെമ്മറി റിലീസ് ഓർ ക്ലീനപ്പ്. മെമ്മറി റിലീസ് ഓർ ക്ലീനപ്പ്. ക്ലിയർ ആണല്ലോ. ഇതിൻ്റെ എല്ലാ പാർട്ടും നിങ്ങൾ കാണണം. ഞാൻ ചിലപ്പോൾ ഇത് 2-3 പാർട്ടായിട്ടായിരിക്കും നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം അറൗണ്ട് 36 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഒരു സിംഗിൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ലെങ്തി ആയി മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിത് 2-3 പാർട്ടായിട്ടായിരിക്കും ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ പാർട്ടും നമ്മളെ യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിലാണ് അപ്പോൾ നിങ്ങൾ കാണുന്നതെങ്കിൽ ഫേസ്ബുക്കിൽ, യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിൽ അതിൻ്റെ തമ്പനയിൽ ചെക്ക് ചെയ്യുക. പാർട്ട് 1 ആണോ, പാർട്ട് 2 ആണോ, 3 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 22.
So which of the following is not an exception handling clause in Python? പൈത്തണിൽ നോട്ട് ആൻ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ക്ലോസ് എന്താണ്? ട്രൈ ഉണ്ടല്ലേ, ട്രൈ ബ്ലോക്ക് നമ്മൾ എക്സെപ്ഷനിൽ ഉപയോഗിക്കുന്നതാണ്. എക്സെപ്റ്റ് ബ്ലോക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. എൽസ് ബ്ലോക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഏതാ ഉപയോഗിക്കാത്തത്? ദാറ്റ് ഈസ് ത്രോ. ഓക്കെ, ദാറ്റ് ഈസ് ത്രോ. ക്ലിയർ ആണല്ലോ. ഇസ് നോട്ട് ആൻ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഇസ് എ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ക്ലോസ് എന്ന് അയച്ചത്. ദാറ്റ് ഈസ് ത്രോ. ക്ലിയർ ആണല്ലോ. ഈ മൂന്നെണ്ണം നമ്മൾ എക്സെപ്ഷനിൽ ഉപയോഗിക്കുന്നതാണ്, ഇതാണ് ഉപയോഗിക്കാത്തത്. ഓക്കെ, question number 23. In try except block, if the exception occurs, if an exception occurs, but it is not handled by an except clause, so what will happen? അതായത് എക്സെപ്ഷൻ അറൈസ് ചെയ്തു, ഇറ്റ് ഈസ് നോട്ട് ഹാൻഡിൽഡ് ബൈ ആൻ എക്സെപ്റ്റ് ക്ലോസ്. എക്സെപ്റ്റ് ക്ലോസ് അതിനെ ഹാൻഡിൽ ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ പ്രോഗ്രാമിൽ എന്താ ഉണ്ടാവും? ഓപ്ഷൻ, ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്ന് സ്ട്രൈറ്റ് അവേ നമുക്ക് എഴുതാൻ പറ്റും, പ്രോഗ്രാം ടെർമിനേറ്റ്സ് അല്ലേ. എക്സെപ്ഷൻ അറൈസ് ചെയ്തു, അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. പ്രീവിയസ് ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, എ നമ്പർ ഡിവൈഡ് ബൈ 0. അതായത് നമ്പർ 1 യൂസർ എൻ്റർ ചെയ്ത് 12 ആണ്, സെക്കൻഡ് നമ്പർ യൂസർ 0 എന്ന് എൻ്റർ ചെയ്തു. നമ്മളതിൽ എക്സെപ്റ്റ് സീറോ ഡിവിഷൻ എറർ അത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് അവേ നിങ്ങളെ പ്രോഗ്രാം ഒന്നും പ്രിൻറ്റ് ചെയ്യില്ല, പ്രോഗ്രാം സ്ട്രൈറ്റ് അവേ ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ, സോ പ്രോഗ്രാം വിൽ ബി ടെർമിനേറ്റഡ് അബ്നോർമലി. സോ ഇതാണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ നമ്പർ എ. ഇതൊന്നും വായിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സ്ട്രൈറ്റ് അവേ ആൻസർ ചെയ്താൻ പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 24. Okay, question number 24. So what will following Python code produce? Justify your answer. Okay, justification last എഴുതണം. So what will be the following Python code produce? ഈ പൈത്തൺ കോഡ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യാൻ? CBSE സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ 2014-15 ക്വസ്റ്റ്യൻ ആണ്. ഈ പൈത്തൺ കോഡ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുക? അപ്പോൾ നോക്കാം. X is equal to 5, Y is equal to 0, പ്രിൻറ്റ് എ എന്നാണ് പ്രിൻറ്റ് ചെയ്യുക. വാല്യൂ ഓഫ് എ അല്ല, പ്രിൻറ്റ് എ. നമ്മളെ പ്രോഗ്രാം ഫസ്റ്റ് എ എന്ന് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, എ എന്ന് പ്രിൻറ്റ് ചെയ്യും. ഈ ട്രൈ ബ്ലോക്കിലേക്ക് വരും പ്രോഗ്രാമിൻ്റെ കൺട്രോൾ, പ്രിൻറ്റ് ബി പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, എ പ്രിൻറ്റ് ചെയ്തു, ബി പ്രിൻറ്റ് ചെയ്തു. എ ഈസ് ഈക്വൽ ടു എക്സ് ബൈ വൈ. എന്താണ്? എക്സിൻ്റെ വാല്യൂ 5 ആണ്, വൈൻ്റെ വാല്യൂ എന്താണ്? 0 ആണ് അല്ലേ. സോ ഇവിടെ വരുന്നത് എന്താണ്? 5/0 എന്നാണ്. 5/0 എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. ഇവിടെ ഒരു എക്സെപ്ഷൻ ഒക്കർ ചെയ്യും. എക്സെപ്ഷൻ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ വർക്ക് ചെയ്യില്ല. സ്ട്രൈറ്റ് അവേ ദ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ എങ്ങോട്ട് പോകും? സ്ട്രൈറ്റ് അവേ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ എക്സെപ്റ്റ് ബ്ലോക്കിലേക്ക് പോകും. കാരണം ഇവിടെയാണ് നമ്മൾ അതിനെ എക്സെപ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, 0 ഡിവിഷൻ എറർ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യും, പ്രിൻറ്റ് എഫ് ഉണ്ടോ, എഫ് എന്നുള്ളത് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഈ എക്സെപ്ഷനും പ്രിൻറ്റ് ചെയ്തു. ഈ എക്സെപ്ഷൻ വർക്ക് ചെയ്യില്ല, കാരണം എന്താ വെച്ചാൽ ഇത് 0 ഡിവിഷൻ എററാണ്. അതുകൊണ്ട് ഈ എക്സെപ്ഷനാണ് വർക്ക് ചെയ്യുക, ഈ എക്സെപ്ഷൻ വർക്ക് ചെയ്യില്ല. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ, ഫസ്റ്റ് എ പ്രിൻറ്റ് ചെയ്തു, ട്രൈ ബ്ലോക്കിൽ ബി പ്രിൻറ്റ് ചെയ്തു, ഇവിടെ ഒരു എക്സെപ്ഷൻ അറൈസ് ചെയ്തുകൊണ്ട് നേരെ എക്സെപ്റ്റ് 0 ഡിവിഷൻ എററിലേക്ക് വന്നു, എഫ് പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ഔട്ട്പുട്ട് കിട്ടുന്നത് എ ബി എഫ്. ആൻസർ ഇതാണ്, എ ബി എഫ്. ക്ലിയർ ആണല്ലോ. എന്താണ് ഇതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ? അതായത് ഒരു എക്സെപ്ഷൻ അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രൈറ്റ് അവേ ആ എക്സെപ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് വർക്ക് ചെയ്യുക. റിമൈനിങ് എക്സെപ്ഷൻ വിൽ നോട്ട് ബി എക്സിക്യൂട്ടഡ്. ക്ലിയർ ആണല്ലോ. പിന്നെ ഇവിടെ ഒരു എക്സെപ്ഷൻ അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള ട്രൈ ബ്ലോക്കിലെ സ്റ്റേറ്റ്മെൻറ്റും വർക്ക് ചെയ്യില്ല. ക്ലിയർ ആണല്ലോ. ഇഫ് എനി എക്സെപ്ഷൻ അറൈസ് ബിലോ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് റിമൈനിങ് സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ ട്രൈ ബ്ലോക്ക് വിൽ നോട്ട് ബി എക്സിക്യൂട്ടഡ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് എഴുതാം കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 25, ഇതൊരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സോ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സിൻടാക്സ് എറർ ആൻഡ് ദ റൺ ടൈം എറർ. ആൾസോ റൈറ്റ് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ ഇൻ പൈത്തൺ ടു ഇലസ്ട്രേറ്റ് ബോത്ത്. CBSE എക്സാം 2018 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സിൻടാക്സ് എറർ എന്താണെന്ന് എഴുതണം. ഞാൻ എൻ്റെ ആൻസർ ഇവിടെ എഴുതി കാണിച്ചു തരാം. സിൻടാക്സ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എൻ എറർ violates the rule of the programming language. ഓക്കെ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ റൂളിനെ വയലേറ്റ് ചെയ്യും. അങ്ങനത്തെ എറേഴ്സിനെ പറയുന്ന പേരാണ് സിൻടാക്സ് എറർ. എക്സാമ്പിൾ എന്താണ്?
സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ എഴുതി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏത് എക്സാമ്പിൾ എഴുതാം കേട്ടോ. ഇപ്പോൾ ഒരു നമ്പർ റീഡ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഇപ്പോൾ നമ്പർ റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമലി എങ്ങനെയാണ് കൊടുക്കുക? എ ഈസ് ഈക്വൽ ടു ഇൻറ്റ് ഇൻപുട്ട്, ഓക്കെ, എൻ്റർ ദി ഫസ്റ്റ് നമ്പർ, ഓക്കെ, എൻ്റർ ദി ഫസ്റ്റ് നമ്പർ, ഇങ്ങനെയല്ലേ നമ്മൾ എഴുതാം? എൻ്റർ ദി ഫസ്റ്റ് നമ്പർ, ഓക്കെ. ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഓക്കെ. ഇവിടെ രണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ഞാൻ മിസ് ചെയ്തു ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ സിൻടാക്സ് എറർ ആണല്ലേ. അപ്പോൾ ആ എറർ ഞാനിവിടെ മെൻഷൻ ചെയ്യാണ്. അതായത് മിസ്സിങ് ബ്രാക്കറ്റ്, ഓക്കെ, മിസ്സിങ് ബ്രാക്കറ്റ് ആസ് പെർ സിൻടാക്സ്, ആസ് പെർ സിൻടാക്സ്, ഓക്കെ. ഈ ബ്രാക്കറ്റ് മിസ് ചെയ്തിട്ടുണ്ട് ആസ് പെർ സിൻടാക്സ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻറ്റ് ഇൻപുട്ട് എൻ്റർ ദി ഫസ്റ്റ് നമ്പർ എന്ന് കഴിഞ്ഞിട്ട് ഒരു ക്ലോസിംഗ് പാടെ നമുക്ക് വേണം അല്ലേ. അപ്പോൾ ഇതാണ് സിൻടാക്സ്. ഇനി ഏത് എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഓക്കെ, സിമ്പിളായിട്ടുള്ള ഏത് എക്സാമ്പിൾ എഴുതാം. പിന്നെ അടുത്ത സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റൺ ടൈം എറർ. സോ യു ക്യാൻ റൈറ്റ് റൺ ടൈം എറർ, സോറി, റൺ ടൈം എറർ ഈസ് ആൻ എറർ that causes abnormal termination of the program, termination of a program during the program running time, okay, during the run time. ക്ലിയർ? ഇതിനെയാണ് നമ്മൾ എക്സെപ്ഷൻ എന്ന് വിളിക്കുന്നത്. റൺ ടൈമിലുള്ള റൺ ടൈം എററാണ് ഇവിടെ ചോദിച്ചത്. എക്സെപ്ഷൻ എന്ന് പറയുന്നത് റൺ ടൈം എററാണ്. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ, സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ എഴുതി തരാം. എക്സാമ്പിൾ A is equal to 10, okay, B is equal to 0, print A by B. ഇവിടെ ഒരു റൺ ടൈം എററാണ് അത് A by B എന്ന് പറയുന്നത് അല്ലേ. സോറി, A ക്യാപിറ്റൽ, B ആണ് ക്യാപിറ്റൽ കൊടുക്കാം. A equal to A by B. സോ ഇത് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് അവർ അബ്നോർമലായിട്ട് പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യും. കാരണം എ നമ്പർ ഡിവൈഡ് ബൈ 0 ഈസ് നോട്ട് ഡിഫൈൻഡ്, ഓക്കെ. ഇറ്റ് ഈസ് റൺ ടൈം എറർ, റൺ ടൈം എറർ. ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ ഈ ആഷ് സിമ്പിൾ ഉപയോഗിച്ചതെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇവിടെയും കണ്ടോ, ഞാൻ ആഷ് സിമ്പിൾ എഴുതിയിട്ടാണ് മിസ്സിങ് ആസ് പെർ സിൻടാക്സ്. ഈ ആഷ് സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഇത് കമൻറ്റ് ഇൻ പൈത്തൺ ആണ് അല്ലേ. കമ്പൈലർ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ലൈൻ സ്റ്റാർട്ടിങ് വിത്ത് ആഷ് സിമ്പിൾ വിൽ നോട്ട് എക്സിക്യൂട്ട്. ഇതിനെ കമൻറ്റ് എന്നാണ് പറയുക, കമൻറ്റ്. കമൻറ്റ് ഈസ് ഓൺലി ഫോർ ദി യൂസർ അണ്ടർസ്റ്റാൻഡിങ്, ഓക്കെ. ഇറ്റ് വിൽ നോട്ട് എക്സിക്യൂട്ടഡ് ബൈ ദ ഇൻ്റർപ്രറ്റർ. ക്ലിയർ ആണല്ലോ? ഓക്കെ. So syntax error is an error violate the rule of the programming language. A is equal to into input, enter the first number. The bracket is as per the syntax. Runtime error is an error that causes abnormal termination of the program during runtime. K is equal to 10, B is equal to 0, print A by B. Clear ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻ്റ് ആയിട്ട് എഴുതാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്?